മുഖ്യ വരുമാന മാർഗ്ഗം ഇല്ലാതാവും. ആവേണ്ടതാണ്. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക? സത്യത്തിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഈ ജനങ്ങൾ പാലക്കാട് പുതിയ MLA വന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത്. പ്രത്യേകിച്ച് ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായ പിഷാരടി MLA ആകുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കേരളത്തിലെ ഭൂരിഭാഗം സീറ്റുകളും ഇന്നലെ കോൺഗ്രസ് തൂത്തുവാരിയതറിഞ്ഞ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുപാട് സന്തോഷമായി അല്ലേ? അതുപോലെ തന്നെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഉറ്റുനോക്കിയിരുന്നിരുന്ന വേറൊരു കാര്യമുണ്ട്. അങ്ങ് തമിഴ്നാട്ടിൽ ആര് ജയിക്കും? വിജയ് അടുത്ത മുഖ്യമന്ത്രിയാകുമോ? അതിലും നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുപാട് സമാധാനം ഇന്നലെ തന്നെ കിട്ടിക്കഴിഞ്ഞു. കാരണം ഉറപ്പിച്ചു പറയാം, അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാടിൻ്റേത് വിജയ് ആണെന്നുള്ളത്. എന്നാൽ വിജയ് 2 മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. അതിലൊരു മണ്ഡലത്തിലേക്ക് ഇപ്പോൾ തൃഷ വരുന്നു എന്നൊരു വാർത്ത കൂടി അറിയാൻ സാധിച്ചു. ആരാണ് തൃഷ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ആർക്കും. നടി തൃഷ. വിജയിയുമായിട്ടുള്ള ഒരു ബന്ധം, അതിനെപ്പറ്റിയും ഞാനിപ്പോൾ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം ആ ബന്ധം ഒരുപാട് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഉത്തരം കിട്ടാത്ത ചർച്ചയാണ് അതിന്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിൽ, രമേശ് പിഷാരടി, ഇവർക്ക് 2 പേർക്കും നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് വ്യക്തമായി തന്നെ നിങ്ങൾ എല്ലാവരും കേൾക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ധൈര്യപൂർവ്വം രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. വീഡിയോയ്ക്കും എല്ലാവരും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോവാം. ഞാൻ പറഞ്ഞതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് പറയേണ്ടത്. നമ്മുടെ പിണുസഖാവ് പിണുമാമൻ എത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഫ്ലൈറ്റ് പിടിച്ച് കണ്ണൂരിൽ നിന്ന് എത്തി തിരുവനന്തപുരത്ത് എത്തി. വലിയ മൈൻഡൊന്നും ഇല്ല മാധ്യമങ്ങളെ. ഒരു ചെറു പുഞ്ചിരിയൊക്കെ കൊടുത്ത് ഒന്നും മിണ്ടാതെ. മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് പിന്നെ പണ്ട ഉത്തരവില്ലല്ലോ, കടക്ക് പുറത്ത് ആ മൂടാണല്ലോ. അപ്പം നാട്ടുകാരെല്ലാം കൂടെ കടക്ക് പുറത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് 2 റൂമുള്ള ഏതോ ഫ്ലാറ്റിലോട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ പിണുമാമൻ. പിണുമാമ അഹങ്കരിക്കരുത്, മനസ്സിലായോ? താനാണ് ഏറ്റവും വലിയ മറ്റേ സെറ്റപ്പ് എന്നുള്ളൊരു സാധനം അതങ്ങ് കളയണമായിരുന്നു പണ്ടേ. അങ്ങനെയായിരുന്നെങ്കിൽ ചിലപ്പോൾ നിന്ന് പോയേനെ, നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ടായേനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇന്നും സ്നേഹമാണ്, ഓക്കെ, തുറന്നു പറയും. പക്ഷേ പിണറായി സഖാവിൻ്റെ ആ ഒരു ഭരണത്തോട് താല്പര്യമില്ല. പോട്ടെ, ഇറങ്ങി പോട്ടെ. സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റതിൽ. പക്ഷേ അതിലുള്ള ചില കൃമികീടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പോട്ടെ, ഇച്ചിരി സമാധാനം എവിടെയൊക്കെയോ ഉണ്ടടേ. അറ്റ്ലാസ്റ്റ് ഞാൻ നോക്കുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് പാർട്ടി, അത് മതി, മനസ്സിലായോ? എന്താണെങ്കിലും പാലക്കാടിൻ്റെ സ്വന്തം രമേശ് പിഷാരടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആരും അത് ശ്രദ്ധിക്കാൻ നിൽക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പാലക്കാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, രമേശ് പിഷാരടി ഇന്നലെയാണ് വന്നത്. അതിനു മുമ്പുണ്ടവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത്. അയാൾ പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾക്കൊന്ന് കാതോർത്ത് കേൾക്കാം. ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇപ്പോഴത്തെ രമേശ് പിഷാരടി തന്നെ പറയുന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. കേട്ട് തുടങ്ങിക്കൂ. ഒരുപക്ഷെ UDF പ്രതീക്ഷിച്ചതിനും അപ്പുറത്തൊരു ഭൂരിപക്ഷത്തിലാണ് രമേശ് പിഷാരടി പാലക്കാട് ജയിച്ചു കയറിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ രമേശ് പിഷാരടി പാലക്കാടിന് വേണ്ടി റെഡി ആയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങോട്ട് ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാനത് റെഡിയായതാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ റെഡിയായിരിക്കുന്നു. MLA എന്ന രീതി കഥാപാത്രത്തെ ഉൾക്കൊണ്ടോ? ഞാനത് വരുമ്പോഴേ എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള വ്യക്തമായ ബോധ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്, അതിൽ സംശയങ്ങളൊന്നുമില്ല. പാലക്കാടിന് വേണ്ടി എന്തൊക്കെയായിരിക്കും ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രചരണ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം വലിയ പ്രാധാന്യം കർഷകരുടെ കാര്യത്തിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൻ്റെയും പിന്നെ വ്യക്തിപരമായ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ കൃത്യമായ ഒരു പ്രിഫറൻസ് ഓർഡറിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ കഴിയുന്ന വിധം അതിന് ശ്രമിക്കുക, പറ്റുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുക ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന ഉദ്ദേശം. പിഷാരടി ചേട്ടാ, ഒരു കാര്യമുണ്ട് കേട്ടോ, അത് മറന്നുപോയി പറയാൻ, ഞാൻ ഓർമ്മിപ്പിക്കാം. അത് മെയിൻ കാര്യമാണ്. നിങ്ങൾ പ്രചരണം നടത്തിയ സമയത്ത് പറഞ്ഞതാ വലിയ ഒരു കാര്യം. അത് നിങ്ങളെക്കാട്ടിലും മുമ്പ് വേറെ ചില ആൾക്കാരൊക്കെ പറഞ്ഞാ പോട്ടെ. എന്താണെങ്കിലും പിഷാരടി ചേട്ടൻ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് മറന്നുപോയോ പറയാൻ? ചെയ്ത് കാണിക്കണേ, അത് നാണക്കേടായി പോവും അതൊന്നും ചെയ്ത് കാണിച്ചില്ലെങ്കിൽ.
പക്ഷെ ആ പറഞ്ഞ കാര്യം എത്രത്തോളം ഇവിടെ പോസിബിൾ ആകുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത് വേറെ കാര്യം. കാരണം KSRTC യാത്ര സ്ത്രീകൾക്കെല്ലാവർക്കും സൗജന്യം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിണുമാവിൽ ഇറങ്ങിപ്പോയപ്പോൾ മുച്ചൂടും മുടിപ്പിച്ചോണ്ടായിരിക്കും പോയത്. അത് വേറൊരു കാര്യം. ഖജനാവിലൊക്കെ പോയി നോക്കിയാൽ വല്ലതും ഉണ്ടോ എന്ന് കണ്ടറിയണം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇപ്പം അതിനെപ്പറ്റി മിണ്ടുന്നില്ല ആരും. അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കണേ. ബാക്കി ഇത്തരം ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു ഈ തരത്തിൽ ഭൂരിപക്ഷം? ഞാൻ ഭൂരിപക്ഷത്തെക്കുറിച്ച് സത്യത്തിൽ വലിയ ടെൻസ്ഡ് ആയിരുന്നില്ല. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ ഭൂരിപക്ഷമില്ല. നമ്മൾ ഒരു വോട്ടിന് ജയിച്ച ആളും 1 ലക്ഷം വോട്ടിന് ജയിച്ച ആളും ഏതാണ്ട് ഒരേ സ്ഥാനത്തിലാണ് പിന്നീട്. അങ്ങനെ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ജയിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ആലോചിച്ചിരുന്നു. അതിനുവേണ്ടി വളരെ സിൻസിയറായിട്ട് ആളുകളെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അങ്ങനെ അത് ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനങ്ങൾ വലിയ ബോധ്യങ്ങളുള്ള ആളുകളാണ്. നമ്മൾ പ്രബുദ്ധരെന്നൊക്കെ ആളുകൾ കേരളത്തിലെ ജനങ്ങളെ വിളിക്കുകയും അതിനുശേഷം സത്യത്തിലൊരു നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളൊരു പൊളിറ്റിക്കൽ സ്ലേവറി അനുഭവിച്ചിരുന്നു. ഇവരെ ഗവൺമെൻറ്റിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചും സ്വാധീനം ഉപയോഗിച്ചും ജനങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അത്തരമുള്ള കാര്യങ്ങളിലും വിമർശന സ്വാതന്ത്ര്യത്തിലും എല്ലാം ഇടപെടുക എന്ന് പറയുന്നതിന് ജനങ്ങൾക്ക് വലിയ രോഷമുണ്ടായിട്ടുണ്ട്. ആ രോഷവും ഈ റിസൾട്ട് പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPയുടെ ശക്തി കേന്ദ്രമാണ്. BJPയാണ് പ്രധാന എതിരാളി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വരുമ്പോൾ വലിയ തരത്തിൽ മുന്നൊരുക്കം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നമുക്കങ്ങനെ മുന്നൊരുക്കങ്ങൾ എടുത്ത് വരാൻ പറ്റുന്നൊരു ഗുസ്തി മത്സരം ഒന്നും അല്ല ഇത്. നമ്മളെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അധികം അഭിനയിക്കാതിരിക്കുക, വളരെ ജെനുവിനായിട്ടിരിക്കുക. ആളുകൾ നമ്മളെ എങ്ങനെയാണോ ഇനി നമുക്കൊരു 10-20 ദിവസമൊക്കെ ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റും, 5 കൊല്ലം അഭിനയിക്കാൻ പറ്റില്ല. അതിനുള്ളിൽ നമ്മുടെ ക്യാരക്ടർ വെളിച്ചാടും. അപ്പോൾ അത് ഏറ്റവും ജെനുവിനായി ഞാൻ നിൽക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനൊരു മുന്നൊരുക്കം ആവശ്യമില്ല. അത് നമ്മൾ വ്യക്തിത്വത്തെ പുലർത്തേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ നിന്നിട്ടുള്ളൂ. അല്ല അത് രമേശ് പിഷാരടി ആ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം. അതായത് രമേശ് പിഷാരടിയായിട്ട് തന്നെയാണ് നിന്നതെങ്കിൽ ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ ഈ 10 വർഷം ഭരിച്ച് മുടിപ്പിച്ച, അങ്ങനെ പറയണമല്ലോ, ഭരിപ്പിച്ച് മുടിപ്പിച്ച എന്നല്ല, മുടിച്ച് ഭരിപ്പിച്ച, എങ്ങനെ വേണമെങ്കിലും പറയാം, നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്തു. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ മുടിപ്പിച്ചവന്മാർ ഇവന്മാർ ആദ്യമേ വലിയ വലിയ കഥകളൊക്കെ പറഞ്ഞാണ് കയറിയത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? LDF വരും, എല്ലാം ശരിയാകും. എന്ത് ശരിയായി? ഒന്നും ശരിയായില്ല. മുച്ചൂടും മുടിഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ ഡയലോഗ് ഇത് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഒന്നും ചെയ്തു കൊടുത്തില്ല എന്ന് പറയുന്നില്ല കേട്ടോ, ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്തു കൊടുത്തിട്ട് ഈ പട്ടിയെ ആട്ടുന്ന പരിപാടിയില്ലേ, ആ പരിപാടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് പുട്ടും അടിച്ചിട്ട് നമ്മളെ തെറി പറയുക. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി കേട്ടോ, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഈ സാധനം അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വായും പൊത്തി നാണം കെട്ട്. ഇപ്പം അതാണ് സംഭവിച്ചിരിക്കുന്നത്. നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ. അയ്യോ, 10 വർഷം ഭരിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിലും വലിയ ഒരു എന്തോ ഈ വൊമിറ്റ് ചെയ്യുമ്പോൾ വേണ്ട, ഞാൻ പറയുന്നില്ല, എനിക്ക് അതുപോലെയൊക്കെയാണ് പറയാൻ തോന്നുന്നത്. ഈ 10 വർഷം ഇവിടുത്തെ മുഖ്യനായിരുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു നാണക്കേട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾക്ക് കിട്ടാനില്ല. കാരണം ഒരു മുഖ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ അത്യാവശ്യം മാന്യമായിട്ട് കുറച്ച് വോട്ടൊക്കെ കിട്ടി, അല്ലെങ്കിൽ പുള്ളിയുടെ പാർട്ടി തോറ്റു പോകുമായിരിക്കും, പുള്ളി നിൽക്കുന്ന പാർട്ടി. പക്ഷേ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുവടേ. ഇത് നാണം കെട്ട് നാറി ഇറങ്ങിപ്പോയത്, അതും കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ടയിൽ മത്സരിച്ചിട്ട്. നിങ്ങളത് ആലോചിക്കേണ്ടത്. ഇവിടെ പല ആളുകളും കമ്മ്യൂണിസ്റ്റിൽ മത്സരിച്ച പല ആളുകളും അവരുടെ കോട്ടയായിരുന്നു. അവിടെയാണ് നാണം കെട്ട് തോറ്റു പോകേണ്ട വന്നത്. അത് എന്തുകൊണ്ടാണ്? അതാണ് മനസ്സിലാക്കേണ്ട ഈ പാർട്ടി. ഈ പിണുമാവൻ ഇനി എന്തായാലും വീട്ടിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ ചുമ്മാ ഇരിക്കുമായിരിക്കുമല്ലോ, റെസ്റ്റൊക്കെ ചെയ്ത്. അമേരിക്കക്കൊക്കെ പോകണ്ടേ, എല്ലാം പൂഴ്ത്തി വെച്ചിട്ടില്ലേ പോകാനുള്ളതൊക്കെ. അപ്പോൾ പോകുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ജനങ്ങൾക്ക് ചെയ്ത് കൊടുത്തത് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ നാണം കെട്ട് ഇറങ്ങി പോകേണ്ട വന്നത്. ഇവിടെ ഇരട്ടച്ചക്കനായിരുന്നു 10 വർഷത്തെ മുഖ്യൻ എന്ന് പറയാൻ പോലും ഇനി ഒരു കുട്ടിയും വാ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അവസാനം നിന്ന് നാറിയ തോറ്റുപോയ അയാളായിരുന്നു 10 വർഷം ഇവിടെ ഭരിച്ചത് എന്നേ പറയത്തുള്ളൂ. ബാക്കി കേൾക്കാം. ജനങ്ങൾ മനസ്സിലാക്കി എന്ന് വേണം വിശ്വസിക്കാൻ. MLA എന്ന രീതിയിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, പണിയുണ്ട്, അതൊക്കെയുണ്ട്. അപ്പോൾ ഈ പ്രധാന തൊഴിലെന്ന് പറയുന്നത് സിനിമാഭിനയവും മറ്റുമാണ്. അതൊക്കെ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകും? അതൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. കാര്യം നിർത്തുകയാണ് ഏതാണ്ട് പൂർണ്ണമായിട്ട് 5 വർഷത്തേക്ക് ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. മുഖ്യ വരുമാന മാർഗ്ഗം ഇല്ലാതാവും, ആവേണ്ടതാണ്. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക? സത്യത്തിൽ എൻ്റെ ഭാവിയെ കുറിച്ച് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഈ ജനങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്റ്റേജ് പരിപാടികൾ ഉൾപ്പെടെയാണോ 5 വർഷത്തേക്ക് മാറ്റിവെക്കാന്ന് പറയുന്നത്? ഏതാണ്ട് അങ്ങനെ. എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റേജ് പരിപാടികൾ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് കുറേ നാൾ ജോലി ചെയ്ത്
ഒരു സ്ഥലത്ത് ഞാനൊരാളായി, അതെൻ്റെ ഒരു അസറ്റാണ്. ഇവരിവിടെ വന്ന സമയത്ത് ഇയാൾ സിനിമാക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വലിയ കുറവായിട്ട് പറഞ്ഞെങ്കിലും അത് സത്യത്തിൽ എൻ്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എൻ്റെ ഒരു അസറ്റാണ്. ആ അസറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് അവസരം വന്നാലും ഞാനത് ഉപയോഗിക്കും. ഒരാൾ ഒരിടം വരെ പോയി അത് ഇവിടത്തേക്ക് ഒരു ഗുണമാകും എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പോവുകയും ചെയ്യുകയും ചെയ്യും. അല്ല വ്യക്തിപരമായ ആവശ്യത്തിന് അതങ്ങനെ തുടരാൻ സാധ്യതയില്ല. വീടെടുത്തോ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? അതിൻ്റെ പരിപാടികളൊക്കെ നീക്കിയിട്ടുണ്ട്, കുറച്ച് നോക്കി വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടനെ തന്നെ അതെല്ലാം റെഡിയാക്കും. ഫാമിലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഫാമിലി കുട്ടികളൊക്കെ മോളൊക്കെ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇപ്പോഴല്ല, ഞാനുണ്ടാവും ഇവിടെ എന്തായാലും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി ഇങ്ങോട്ട് വന്നാൽ എൻ്റെ കുറച്ച് സമയം ഫാമിലി മതി. രമേഷ് പിഷാരടി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മളെല്ലാവരും കണ്ടതാണ്, അവനൊരു മിമിക്രി കലാകാരനാണ്, അവനൊരു സിനിമാ നടനാണ് എന്ന് പറഞ്ഞ് രമേഷ് പിഷാരടി അവന് രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ ചില ചേട്ടന്മാരുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പം ഇല്ല, എല്ലാം പോയി. അപ്പം എന്താണെങ്കിലും രമേഷ് പിഷാരടി പുള്ളി പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു അസറ്റാണ്, പുള്ളിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടൻ എന്ന് പറയുന്നത്. പുള്ളി അത് ഉണ്ടാക്കി അവിടെ സെറ്റിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതിൽ നിന്ന് പുള്ളി ഉണ്ടാക്കിയത് വെച്ച് പുള്ളി എവിടെയെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സും കാണൂടെ, കാണാതിരിക്കത്തില്ല. പുള്ളി മണ്ടനൊന്നും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് മാസം പുള്ളിയുടെ വീട്ടിലേക്ക് കിട്ടാനുള്ള പുള്ളി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ കംപ്ലീറ്റ്ലി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കംപ്ലീറ്റ്ലി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അയാൾ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെ. അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ജനങ്ങൾക്ക് വേണ്ടി അയാൾ 5 വർഷത്തേക്ക് നിൽക്കാൻ പോവുക, പാലക്കാടിന് വേണ്ടി നിൽക്കാൻ പോവുക. ഇപ്പോൾ പാലക്കാട്ടേക്ക് താമസം മാറ്റുകയാണ്, പുള്ളിയുടെ ഫാമിലി എറണാകുളത്ത് വല്ലതും ആയിരിക്കും, പക്ഷെ പുള്ളി പാലക്കാടേക്ക് മാറുകയാണ് ജനങ്ങൾക്ക് വേണ്ടി. പുള്ളിയെ വിശ്വസിച്ച് പുള്ളി ഒന്നും ചെയ്തു കൊടുത്തില്ല. പുള്ളി തന്നെ പറയുന്നുണ്ടത്, പുള്ളി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ചെയ്തു കൊടുക്കാതെ ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എനിക്ക് ആളുകൾ വോട്ട് ചെയ്തു. ഇനി അവരോട് ഞാൻ തിരിച്ച് നന്ദി കാണിക്കണ്ടേ? ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടിയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലൊക്കെ ജനങ്ങൾക്ക് കാര്യം ചെയ്തു കൊടുക്കുമെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ എന്നും രമേഷ് പിഷാരടിയുടെ കൂടെ തന്നെ ഉണ്ടാകും. പാലക്കാട്ടുകാരെന്നും കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രമേഷ് പിഷാരടിയെ വളരെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ട് പോലും കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രമേഷ് പിഷാരടിയുടെ കൂടെ നിൽക്കുന്നത്. പിഷാരടി അല്ല, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പാലക്കാട് പുതിയ MLA വന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത്. പ്രത്യേകിച്ച് ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായ പിഷാരടി MLA ആകുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കലാകാരന്മാർ ധാരാളമായി രാഷ്ട്രീയത്തിലേക്ക് വരാറുണ്ട്, ജനപ്രതിനിധികളാകാറുണ്ട്. പക്ഷേ കലാകാരൻ എന്നതിനപ്പുറം നല്ല രാഷ്ട്രീയ ബോധമുള്ള, നമ്മൾ രമേഷ് പിഷാരടി അങ്ങനൊരു കലാകാരൻ മാത്രമായി അടയാളപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല. അയാൾ നല്ല ഏതൊരു വിഷയത്തെപ്പറ്റിയും കൃത്യമായ രാഷ്ട്രീയ ധാരണകളും ക്ലാരിറ്റി ഓഫ് തോട്ടുമൊക്കെയുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനാകുവാൻ അദ്ദേഹത്തിന് കഴിയും. ഇതിനോടകം തന്നെ പാലക്കാട് 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പാലക്കാടിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. തിരിച്ച് അദ്ദേഹവും പാലക്കാടും തമ്മിലുള്ള ആ നല്ല ബന്ധത്തിൻ്റെ നല്ല ദിവസങ്ങൾക്കായി ഞാനും കാത്തിരിക്കുകയാണ്. ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും പിന്നെ ടൈറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ നിരന്തരമായി പറയുന്നൊരു കാര്യം. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. രമേഷ് പിഷാരടി ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി വരുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നമ്മൾ കണ്ടിട്ടില്ല. ഒരു നല്ല നടനായി കണ്ടിട്ടുണ്ട്, ഒരു നല്ല മിമിക്രി കലാകാരനായി കണ്ടിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ ഉള്ളൊരു മനുഷ്യനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരൊറ്റ കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരൊറ്റ പോയിന്റിലാണ് എനിക്കും ഒരു ഇച്ചിരി ഒരു ആശ്വാസം. ഓക്കെ, ഇയാൾക്ക് അത്യാവശ്യം വിവരവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. ഇയാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് രാഷ്ട്രീയത്തെ പറ്റി പഠിച്ച്, ഇപ്പം അയാൾ തന്നെ രമേഷ് പിഷാരടി പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമെന്നൊരു തോട്ട് മാത്രം നമുക്കുണ്ട്. അല്ലാതെ ഒന്നും ചെയ്തു കൊടുക്കത്തില്ല, കൈയിട്ട് വാരാൻ പോകുന്ന ഒരുത്തനാണെന്ന് നമുക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നാൽ കൂടി ബോധമുണ്ട്, വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് കുറച്ചും കൂടെ കേൾക്കാം. അഞ്ചക്കത്തിലേക്ക് ഭൂരിപക്ഷം എത്തുമെന്നുള്ളത് BJPയും CPMഉം ഒന്നിച്ച് നിന്ന് അപ്പുറത്തൊരു മുന്നണിയായി CJP ആയി മുൻകാലങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചതുപോലെ തന്നെ മത്സരിച്ചിട്ടും UDFന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി CPM പ്രത്യേകമായ ശ്രമങ്ങൾ നടത്തിയിട്ടുമെല്ലാം പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവരുടെ സെക്കുലർ ക്രെഡൻഷ്യലിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നല്ല ബോധ്യമുള്ള ജനതയാണ് പാലക്കാടിൻ്റെ ജനത. എത്ര വലിയ വെല്ലുവിളി ഉണ്ടാകുമ്പോഴും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ നാടിൻ്റെ സവിശേഷതയുടെ
ഭൂരിപക്ഷമായിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഏതൊരു UDFൻ്റെ പ്രവർത്തകൻ്റെയും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. ഈ നിമിഷം ഏറ്റവും അധികം സന്തോഷിക്കുക ഉമ്മൻചാണ്ടി സാർ തൊട്ട് താഴെ തട്ടിലുള്ള സാധാരണ പ്രവർത്തകർ വരെയായിരിക്കും. 10 വർഷക്കാലം നിരന്തരമായി സമരത്തിൻ്റെ ഭാഗമായി തെരുവിൽ, ജയിലിൽ, ക്രൂരമായ പോലീസ് ലാത്തിച്ചാർജ്, സമരങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ചെടിച്ചട്ടി കൊണ്ട് തലക്കടി ഏറ്റുവാങ്ങുക, ആ അടി ഏറ്റുവാങ്ങിയതിന് ശേഷവും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുള്ള പിന്നീടുള്ള പരിഹാസവും അധിക്ഷേപവും ഒക്കെ ഏറ്റുവാങ്ങുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു വലിയ വിജയം ഉണ്ടാകുന്നതിനകത്ത് വലിയ സന്തോഷമാണ്. ഏതൊരു UDF പ്രവർത്തകനെ പോലെയും ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല കേരളത്തിനും ഇത് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം ഒരു ഫേക്ക് വാനിറ്റിയിലൂടെ കേരളത്തിലെ പറ്റിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചിരുന്നൊരു സർക്കാരിന് മുഖമടച്ച മറുപടി ഈ സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു. 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുന്നു. മുന്നണിയെ നയിച്ച മുന്നണിയുടെ കൺവീനർ പരാജയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഒക്കെ മതി. ഞാനിതാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. പാർട്ടി എവിടെയൊക്കെയാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെയാണോ ഞങ്ങളുടെ കോട്ട എന്ന് കരുതി വെച്ചിരുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ നിന്ന വമ്പൻ സ്രാവുകൾ പോലും തോറ്റുപോയി. മനസ്സിലായോ? ജനങ്ങൾക്കുണ്ടായിരുന്ന രോക്ഷമാണ്. ഈ 10 വർഷം നീയൊക്കെ കാണിച്ചു കൂട്ടി ഞങ്ങളെ മുടിപ്പിച്ചതും പോരാഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ വളരെ പുച്ഛത്തോടു കൂടി തന്നെ ഉള്ള ആ റിപ്ലൈ. മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഓരോ നേതാക്കന്മാരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിണറായി എന്ന് പറയുന്ന ആ ഒരൊറ്റ വ്യക്തി കാരണമാണ് ഈ പാർട്ടി ഇങ്ങനെ നാണം കെട്ടുപോയത്. അല്ലാതെ വേറൊരാളും കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരൊറ്റ വ്യക്തി കാരണം വെറുത്തുപോയി ജനങ്ങൾ. അതുകൊണ്ട് തന്നെയാണല്ലോ പുള്ളിക്കും അത് മനസ്സിലായി. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പോലും ഞാൻ ഇല്ലേ എന്നാണ് പറയുന്നത്. നിൽക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. വീട്ടിൽ പോയി ഇരിക്കും. ജനങ്ങളെല്ലാം കൂടെ മാട്ടി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പോയി ഇരി. 2 മുറിയുള്ള ഫ്ലാറ്റ് കയറി ഇരി. അത് മതിയല്ലോ, 2 മുറിയുള്ള ഫ്ലാറ്റ് പോരെ ഒരുത്തന്. അല്ലാതെ 10 മുറിയുള്ള സ്ഥലം വേണോ? ഇനിയും രാജാവായിട്ടിരിക്കണോ ഞങ്ങളെ മുടിപ്പിക്കാൻ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മുഴുവൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.